പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യേശു മനഃശാസ്ത്രവും എന്ന കോഴ്സിൽ എൻ്റെ സഹയാത്രികരായി ആത്മീയ ആഴങ്ങൾ അന്വേഷിക്കാനായി താല്പര്യം കാണിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും വന്ദനം. ഈ വീഡിയോയിൽ കൂടെ നാളിതുവരെ ഞാൻ പരാമർശിക്കാതിരുന്നതും എന്നാൽ ക്രിസ്തുയേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ആത്മീയതയുടെ ഏറ്റവും മർമ്മസ്ഥാനീയവുമായ ആശയങ്ങൾ അല്പം സാവകാശത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ കാണുന്നവർ ക്ഷമയോടും അപരിചിതമായ ആശയങ്ങളെ പരിചയപ്പെടുവാനുള്ള താല്പര്യത്തോടും തുറന്ന മനസ്സോടും ഈ വീഡിയോയോടും ഇതിനോടനുബന്ധമായിട്ടുള്ള രണ്ട് വീഡിയോകളോട് നിങ്ങൾ പ്രതികരിക്കണമെന്ന്, ബന്ധം പുലർത്തണമെന്ന സ്നേഹത്തിൽ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം അപരിചിതമായ ആശയങ്ങളെ മനസ്സിലാക്കുന്നതിന് അല്പം ശ്രമം, താല്പര്യം, ക്ഷമ, സഹിഷ്ണുത ഓരോരുത്തരുടെയും പക്കൽ നിന്നുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് സാധാരണ പരിചിതമാകുന്ന അല്ലെങ്കിൽ അനുഭവവിദ്യമാകുന്ന കാര്യങ്ങൾ ഉപരിപ്ലവമാണ്. അതിനകത്ത് മനസ്സിലാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല എന്നതുകൊണ്ട് വലിയ ശ്രമമോ സഹിഷ്ണുതയോ ഒന്നുമില്ലാതെ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അതുമായി അത് കണ്ടിരിക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ 2 വീഡിയോകളുടെ ഉള്ളടക്കം അപ്രകാരമുള്ളതല്ല എന്ന് സത്യസന്ധമായി ആദ്യമേ നിങ്ങളെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. മാത്രവുമല്ല, എനിക്ക് നിങ്ങളുടെ ബൗദ്ധികമായ കഴിവുകളോടും അതിൻ്റെ ആധാരമായ അറിയാനുള്ള ജിജ്ഞാസയെ പറ്റിയും വളരെ ബഹുമാനമുണ്ട്. അതിലെനിക്ക് പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ സംരംഭത്തിന് മുതിരുമായിരുന്നില്ല. ഏതായാലും ആമുഖം ദീർഘിപ്പിക്കാതെ ഇന്നത്തെ വിഷയം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അത് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അനേകം ആളുകളുമായി ചർച്ച ചെയ്തതിൻ്റെ ഫലമായി ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ വേണ്ടതുപോലെ ഗ്രഹിക്കാതെ ഇന്നും സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത എന്താണ്, അതിൻ്റെ പ്രത്യേകതയുടെ ഉറവിടം എന്താണ് എന്ന് യോഹന്നാൻ ആധികാരികമായി പ്രസ്താവിക്കുന്നത് മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനികൾ പൊതുവായി കൂട്ടാക്കുന്നില്ല എന്നത് തന്നെ ഒരു അപകട സൂചനയാണ്. എന്ന് മാത്രമേ തൽക്കാലം പറയാൻ സാധിക്കുന്നുള്ളല്ലോ, സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവനയെ കേന്ദ്രീകരിച്ച്, എന്നാൽ അതിൽ മാത്രം തങ്ങി നിൽക്കാതെ അതിന് അതീതമായതിനെ കൂടെ ഉൾക്കൊള്ളിച്ച് സുപ്രധാനമായ, അടിസ്ഥാനപരമായ, ഫൗണ്ടേഷണലായിട്ടുള്ള ചില ആത്മീയ സത്യങ്ങളാണ് ഞാൻ ഈ 2 വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ യേശുവിനെ പറ്റി എന്താണ് പറയുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. The word became flesh and lived in our midst, full of grace and truth. അതിമനോഹരമായ ആശയ ഗാംഭീര്യങ്ങളുടെ ഒരു ബ്രഹ്മാണ്ഡമുള്ള ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് ദീർഘകാലമായി എനിക്ക് നേരിയ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സുദീർഘമായി ഇതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഫലമായി തെളിഞ്ഞു വന്ന നിതാന്ത സത്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോയിലും ഉൾക്കൊള്ളിക്കുന്നത് എന്നൊരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ, ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 2 വ്യത്യസ്തമായ ഘടകങ്ങൾ
വചനം ജഡം. ഇത് രണ്ടും ഒന്നല്ല എന്ന് പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വചനം ജഡമായി തീർന്നു. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ജഡം എന്നത് തീർച്ചയായും ലൗകികമാണ്. അതറിയാൻ വയ്യാത്ത ആരും തന്നെയില്ല. ഫ്ലഷ് പെർറ്റെയിൻസ് ഓൺലി. അത് നമ്മുടെ മാംസം മാത്രമല്ല ജഡം എന്ന് പറയുമ്പോൾ. ജഡം എന്നത് ഭൗതികമായ കാഴ്ചപ്പാടിനെ അതിൽ എന്തെല്ലാം ഉൾപ്പെടുമോ അതെല്ലാം ജഡമാണ്. ഉദാഹരണമായിട്ട് സാംസ്കാരികമായ കാര്യങ്ങൾ, രാഷ്ട്രീയമായ കാര്യങ്ങൾ, ഭൗതികമായ മർമ്മങ്ങളെ ആശ്രയിച്ച് എവിടെയൊക്കെ മതസ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ജഡീകമാണ്, ജഡമാണ്. ജഡത്തിനെ ആശ്രയിക്കുന്നത് ജഡീകം. ജഡത്തിനെ മാത്രം ആശ്രയിക്കുന്നതാണ് ജഡീകം. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ജഡം ജഡത്തിൽ തന്നെ പരിമിതപ്പെട്ടു നിന്നാൽ അതിന് ജീവനുണ്ടാകുകയില്ല എന്ന ഒരു വെളിപ്പെടുത്തലിലാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ ദൈവം മണ്ണിൽ നിന്ന് ആദാമിനെ സൃഷ്ടിച്ച ശേഷം, രൂപം കൊടുത്ത ശേഷം അവന് ജീവനില്ലായിരുന്നു എന്ന് പറയുന്നു. ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി മണ്ണിന് അതീതമായ, ഞാൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനിത് ഇനി അടിക്കടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഈ വാക്കുമായി ദയവായി പരിചയപ്പെടുക, ഈ വാക്ക് മനസ്സിൽ കുറിച്ചു വെക്കുക. മണ്ണിന് അതീതമായ ഒരു മർമ്മത്തെ അതിലൂതി അതിൻ്റെ ഭാഗമാക്കി, അതിൻ്റെ ഉൾഭാഗമാക്കി മാറ്റിയതിൽ കൂടെയാണ് മനുഷ്യനിൽ ജീവൻ എന്ന അഭൗമമായ പ്രതിഭാസമുണ്ടായത് എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ തിരിച്ചറിവ് തന്നെ. അപ്പൊ ജീവൻ എന്ന ആശയത്തിൽ ഭൗമമായതും അഭൗമമായതും, അല്ലെങ്കിൽ ഇവിടെയുള്ളതും ഉള്ളതിന് അതീതമായതുമായ 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവൻ എന്ന ആശയം, ജീവൻ എന്ന പ്രതിഭാസം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും ഗാംഭീര്യത്തിലും കർമ്മശേഷിയിലും സൗന്ദര്യത്തിലും മാഹാത്മ്യത്തിലും യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി ഇൻ ഇറ്റ്സ് ഫുൾ ഫോഴ്സ് ആൻഡ് ബ്യൂട്ടി ഓൺലി ഇഫ് 2 contrary principles are integrated. ഈ ഭൂമിയുടെ മണ്ണ്, ഈ ഭൂമിക്ക് അതീതമായ ദൈവത്തിൻ്റെ ശ്വാസം. ഇത് നാം കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ഇത് മനസ്സിലാക്കിയാൽ മതിയാകുകയുള്ള കാര്യങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പം ജീവന്റെ മർമ്മം എന്ത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അന്വേഷണ പരമ്പര ആരംഭിക്കുന്നത്. എന്താണ് ജീവൻ? ഭൗമമായതും അഭൗമമായതും, ഘടകവിരുദ്ധവും നമുക്ക് തോന്നാവുന്ന ഭൗമമായതും അഭൗമവുമായ 2 ഘടകങ്ങളുടെ സമന്വയമാണ് ജീവൻ. അതുകൊണ്ട് തന്നെ ഈ ഭൗമമായതിൻ്റെ അടിസ്ഥാനം അതീതവും അഭൗമവുമായ ഒരു ഘടകമാണ്, ഒരു ശക്തിയാണ്, ഒരു സമ്പത്താണ് എന്ന് മനസ്സിലാക്കുക. അതായത് ജീവൻ എന്നതിനെ നാം മനസ്സിലാക്കുമ്പോൾ അതിൽ ഭൗമമായ ഘടകങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഭൗമമായത്, അതായത് ഈ ഭൗതിക ലോകത്തിൻ്റെ വിഭവ സമ്പത്തുക്കൾ ജീവന്റെ ആധാരമാകയില്ല. ജീവന്റെ ആധാരം ഭൗതികമായതിൻ്റെ അതീതമായിരിക്കണം. അപ്പൊ 2 വാക്ക് ഞാൻ ഉപയോഗിച്ചു, ആധാരം എന്നുള്ളതും അതീതമാണെന്നുള്ളതും. വേദപുസ്തക ആത്മീയ ദർശനത്തിൻ്റെ ഏറ്റവും മനോഹരമായും ശ്രദ്ധേയമായും എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ ഭൗതികമായ വസ്തുതകളുടെ അല്ലെങ്കിൽ കാര്യങ്ങളുടെ, അവസ്ഥകളുടെ, സാധ്യതകളുടെ ആധാരം അതീതമായെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ആധാരം ശ്രദ്ധിക്കണം, അടിസ്ഥാനം ശ്രദ്ധിക്കണമെന്ന് യേശു പ്രത്യേകം പർവ്വതപ്രസംഗത്തിന്റെ അവസാനം പറയുന്നത് അറിയാൻ വയ്യാത്ത ആരും തന്നെ എന്നെ കേൾക്കുന്നില്ല.
ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശമെന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തെല്ലാം പണിത് ഉയർത്തിയാലും അതിൻ്റെ ആധാരം കൃത്യമല്ല എങ്കിൽ, ആധാരം ശരിയല്ല എങ്കിൽ അത് തകിടം മറിഞ്ഞു പോകും, തവിട് പൊടിയായി പോകും, നിങ്ങളുടെ അധ്വാനം മുഴുവനും നിഷ്ഫലമായി പോകും എന്ന മാറ്റമില്ലാത്ത സത്യത്തെ ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ടാണ് ഗിരിപ്രഭാഷണം പര്യവസാനിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആധാരം, അടിസ്ഥാനം, ഫൗണ്ടേഷൻ, അതിന് നാം പ്രാധാന്യം കൽപ്പിക്കണം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ആധാരത്തെ ആരും ശ്രദ്ധിക്കാറില്ല, അടിസ്ഥാനത്തെ ആരും ശ്രദ്ധിക്കാറില്ല. ഭൗതികമായുള്ള ഏച്ചുകെട്ടലും എടുത്തു കാണിക്കലും ഷോ ഓഫ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൽ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് പലരുടെയും ജീവിതം അന്ത്യകാലത്ത് വരുമ്പോൾ നിഷ്പ്രഭമായി തീരുകയും, അയ്യോ ഞാൻ അർത്ഥശൂന്യമായ നിഴലുകളുടെ പുറകെ ആണല്ലോ വാലിൽ തീ കത്തിയതുപോലെ ഓടിക്കൊണ്ടിരുന്നത് എന്ന് വളരെ വൈകിട്ട് മാത്രം തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന സങ്കടകരമായൊരവസ്ഥയിലാണ് ഈ ഭൂമിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും എന്നതുകൊണ്ട് യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ഇപ്രകാരമുള്ള ആത്മീയമായ ഉൾക്കാഴ്ചകൾ, തിരിച്ചറിവുകൾ വ്യക്തമായി ധരിക്കുവാനും ഏവരും പ്രത്യേകമായി കൂട്ടാക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അല്ല അപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം നാം ഭൂമിയെ തന്നെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയുടെ മണ്ണിൽ നിന്നാണല്ലോ മനുഷ്യൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ആ മണ്ണ് തന്നെ നിൽക്കണമെങ്കിൽ അതിന് അതീതമായ ഒരു മർമ്മം ഉണ്ടായിരിക്കണം. ഈ ഭൂമിയുടെ പരപ്പിൽ ജീവൻ ഉണ്ടായിരിക്കണമെങ്കിൽ സൂര്യന്റെ പ്രകാശം വേണം. അതില്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടായാലും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവന്റെ ഒരു കണിക പോലും നിലനിൽക്കുകയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതീതമായതായിരിക്കണം ജീവന്റെ, ഇഹലോക ജീവിതത്തിന്റെ ആധാരം എന്ന മർമ്മമാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. ആധുനിക ലോകത്തിന്റെ ഒരു വലിയ മൗഢ്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ശാസ്ത്രം വളർന്നു, ഭൗതികവാദം വലിയ കാട്ടുതീ പോലെ പടർന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മൗഢ്യം എന്താണ്? ഈ ദൃശ്യമായത് മാത്രം, ഭൗതികമായത് മാത്രമേ യാഥാർത്ഥ്യമാകുകയുള്ളൂ, ബാക്കിയെല്ലാം കടങ്കഥകളാണ് എന്ന നിർബന്ധമാണ്. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത പരമമായ സത്യം എന്താണ്? ഭൗതികമായതുപോലും നിലനിൽക്കണമെങ്കിൽ അഭൗമമായ ഒരു അടിത്തറ, ഒരു ആധാരം അതിനുണ്ടായിരിക്കണം. ഞാനത് ആവർത്തിച്ച് പറയുന്നത് മനസ്സിലാക്കാതെ നമുക്ക് ആത്മീയമായ മുൻപോട്ട് ഒരു അറിവും പ്രാപിപ്പാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ ദയവായി ഇത് ഗ്രഹിക്കുവാൻ പ്രത്യേകമായി ശ്രമിക്കുകയും താല്പര്യം കാണിക്കുകയും ദാഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് അറിയാവുന്നത് കൊണ്ടാണ് യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ പരീക്ഷ നമുക്കറിയാം. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു എപ്രകാരമാണ് പ്രതികരിച്ചത്? മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണമെന്ന് പറയുമ്പോൾ ഇതേ ആശയം പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നാം കണ്ട ആശയം വേറൊരു വിധത്തിൽ യേശുവോടെ അവതരിപ്പിക്കുകയാണ് എന്ന് പലപ്പോഴും അന്വേഷകരായ ക്രിസ്ത്യാനികൾ പോലും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കാത്തത്? ദേഹത്തെ നിലനിർത്തുവാൻ അപ്പം മതിയാകുന്നതാണ്. പക്ഷേ മനുഷ്യൻ ദേഹം മാത്രമല്ല, ദേഹവും ദേഹിയുമാകയാൽ ദേഹത്തിന് പോഷണമാകുന്നത് പോലെ തന്നെ ദേഹിക്കും പോഷണം ആവശ്യമാണ്. ദേഹവും ദേഹിയും തമ്മിലുള്ള സമന്വയം, അതിനുള്ള ഹാർമണി, സ്വരച്ചേർച്ച നിലനിൽക്കണമെങ്കിൽ ദേഹത്തെയും ദേഹിയെയും ഒന്നുപോലെ പരിപോഷിപ്പിക്കണം എന്നത് സാമാന്യ യുക്തിയാണ്. അപ്പം നമുക്ക് 2 കൈയുണ്ട്. ഒരു കൈ മറ്റ് കൈയേക്കാൾ അങ്ങ് ദൂരെ വളർന്നു പോയാൽ ഈ 2 കൈയും പ്രവർത്തനശൂന്യമായി തീരും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ
ശരീരവും ആത്മാവും ദേഹവും ദേഹിയും ചേർന്നാൽ മാത്രമേ മനുഷ്യന് ജീവൻ ഉണ്ടാകുകയുള്ളൂ. ആ ജീവൻ അതിൻ്റെ ആധികാരികതയിൽ, കർമ്മശേഷിയിൽ, വീര്യത്തിൽ, ഊർജത്തിൽ നിലനിൽക്കണമെങ്കിൽ ദേഹത്തെയും ദേഹിയെയും പരിപോഷിപ്പിക്കണം എന്നതുകൊണ്ടാണ് യേശു പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കരുത്. അപ്പം കൊണ്ട് ജീവിച്ചാൽ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വം നഷ്ടമാക്കും, അവൻ മൃഗത്തെ പോലെ ആയിത്തീരും. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു മുടിയനായ പുത്രന്റെ ഉപമ അവതരിപ്പിക്കുന്നത്. അവൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചപ്പോൾ അവസാനം ചെന്നെത്തിയത് പന്നികളുടെ ഇടയിലിരുന്ന് പന്നികൾ കഴിക്കുന്ന വാളവര കൊണ്ടെങ്കിലും അവൻ്റെ വിശപ്പടക്കാൻ ശ്രമിച്ചുവെങ്കിലും അതുപോലും അവന് ലഭ്യമാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അവസ്ഥ പന്നിയുടെ അവസ്ഥയേക്കാൾ മോശമായി തീർന്നു. ആ അവസ്ഥ പ്രാപിക്കുന്ന യാത്രയുടെ ആരംഭം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുകയും സുഖിക്കുകയും ചെയ്യാം എന്നാണ്. എന്നാൽ ഭൗതികമായ സന്തോഷങ്ങൾ കൊണ്ടും നിർവൃതികൾ കൊണ്ടും മാത്രം ജീവിക്കാം എന്ന ആത്മഹത്യാ തുല്യമായ ഈ ഒരു സങ്കല്പത്തിൽ കൂടെയാണ് ഈ അപകടമേറിയ യാത്ര ആരംഭിക്കുന്നത് എന്ന് ആ ഉപമ അല്പം ഒന്ന് ശ്രദ്ധയോടെ സാവകാശത്തിൽ അന്വേഷണ ബുദ്ധിയോടെ വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ ഏതെല്ലാം പരിഗണിച്ചാലും അതിൻ്റെ എല്ലാം ആധാരമായി നിൽക്കുന്ന ഒരു മർമ്മത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മൃഗങ്ങൾക്ക് അപ്പം കൊണ്ട് ജീവിക്കാം. മനുഷ്യന് അപ്പം മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തിൽ ഭൗതികമായതും അഭൗമമായതും ഇപ്പോഴുള്ളതും അതീതമായതും മനുഷ്യന് അവൻ്റെ അന്വേഷണം കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾക്ക് വിലയുണ്ട്, യാതൊരു സംശയവുമില്ല. ശാസ്ത്രീയമായ പുരോഗതിയെ തുച്ഛീകരിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് പൈശാചികമാണ് എന്ന് പറയുന്നതിൽ യാതൊരു ആത്മീയതയുമില്ല. അത് വെറും മണ്ടത്തരവും മൂർഖതയുമാണ്. എന്നാൽ അത് മാത്രം മതി എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറത്തെ മണ്ടത്തരമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രം മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടും, ആ കഴിവുകൾ ദൈവം കൊടുത്തതാണല്ലോ, അത് വേണ്ടതുപോലെ പ്രയോഗിച്ച് അവൻ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ, ഉപാധികൾ, സൗകര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ ഇവയൊക്കെയും പ്രസക്തമാണ്, യാതൊരു സംശയമില്ല. പക്ഷെ പ്രസക്തമാണെങ്കിലും അവ അപൂർണമാണ്. അതിൽ മാത്രം ആശ്രയിക്കുന്നവൻ അവൻ്റെ നേട്ടം കൊണ്ട് നശിച്ചു പോകും. നേട്ടം കോട്ടമായി തീരുന്നൊരു സാഹചര്യം എന്താണ്? ഞാൻ നേടിയെടുത്തത് കൊണ്ട് മാത്രം ഞാൻ ജീവിക്കും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാം എന്ന മൗഢ്യത്തിന് ഇരയായി പോകുന്ന സാഹചര്യത്തിലാണ് മനുഷ്യൻ്റെ നേട്ടം അവൻ്റെ കോട്ടമായി പരിണമിക്കുന്നത് എന്ന് യേശു വളരെ മനോഹരമായി ഒരു ഉപമയിൽ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനികനായ മൂഢൻ്റെ ഉപമ. അവൻ്റെ ജീവൻ അവന് നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ നിലം നല്ല വിളവ് നൽകുകയും ആ കൊയ്ത്തിൻ്റെ പെരുമയിൽ അതീതമായതിനെ അവഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ട് തൻ്റെ ധാന്യപ്പുരയിൽ കൂട്ടിവെച്ചിരിക്കുന്ന ധാന്യം കൊണ്ട് മാത്രം ജീവിക്കാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാം എന്ന ആത്മഹത്യാതുല്യമായ മൗഢ്യത്തെ അവലംബിച്ചത് കൊണ്ടാണ് എന്നത് യേശു പകൽ പോലെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കൂടുതലായി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇവിടെ വെളിപ്പെട്ടു വരുന്ന മർമ്മം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം, മനസ്സിൽ കുറിച്ചിടാം. അതായത് അപ്പം എന്നത് ഭൗതികമായ ആധാരമാണ്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഭൗതികമായ ആധാരങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അപ്പം എന്ന ആശയം. ഇവിടെ ആധാരം. എന്നാൽ ഈ ആധാരം, ഈ ഫൗണ്ടേഷൻ, ഈ അടിത്തറ, അതിൽ തന്നെ പൂർണ്ണമാണോ? ഒരിക്കലുമല്ല. ഭൗമമായത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നിലനിൽപ്പുള്ളതല്ല. എല്ലാം നശ്വരമാണ്. അത് പറയാത്ത, അതറിയാത്ത, അത് ഉരുവിടാത്ത ആരും തന്നെയില്ല. ലോർഡ് ബുദ്ധ ഭഗവാൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ നിയമം തന്നെ മാറ്റം മറിച്ചിലുകൾ. ചേഞ്ച് ഈസ് ദ ലോ
ഓഫ് ദിസ് വേൾഡ്. പ്രകൃതിയുടെ നിയമം എന്താണ്? പ്രകൃതിയുടെ ആകെ സുനിശ്ചിതമായ കാര്യം എന്താണ്? അനിശ്ചിതത്വമാണ്. ചേഞ്ച് ഈസ് ദി ഓൺലി കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അത് ഗ്രീക്ക് ഫിലോസഫിയിലുമുണ്ട്. ചേഞ്ച് ഈസ് ദി ഓൺലി കോൺസ്റ്റന്റ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിനെയും ആധാരമാക്കി അടിത്തറയായി നമുക്കൊന്നും പണിയാൻ സാധ്യമല്ല. അങ്ങനെ പണിതാൽ അത് തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രസ്താവിച്ചിട്ടുള്ള ഉപമയിലുള്ളത്. അത് കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതീതമായതിനെ മാത്രമേ ആധാരമാക്കാവൂ. രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഒന്ന് ഉപാധി, രണ്ട് ആധാരം. നമ്മൾ കെട്ടിടം പണിയുമ്പോൾ അതിന് അടിത്തറയുണ്ട്, അതാണ് ആധാരം. ഉപാധികൾ എന്താണ്? ബ്രിക്സായി, സിമെൻ്റായി, മണലായി, വെള്ളമായി, പിന്നെ അത് പണിയുന്ന ആളുകളുടെ കഴിവ്, ഇതൊക്കെ അതിനുള്ള ഉപാധികളാണ്. അപ്പോൾ ഈ അടിത്തറ പണിയാതെ നിങ്ങൾ വീട് പണിതാൽ എന്ത് സംഭവിക്കും? അത് തകർന്നു പോകില്ലേ? ഇത് തന്നെയാണ് യേശു പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന അവസ്ഥ, മനുഷ്യത്വം എന്നത് ആത്മീയമായ ഒരു ആശയം തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ജീവന്റെ ആധാരം അതീതമായതായിരിക്കണം എന്ന തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് വെറും മണ്ടത്തരമാണ്, മൗഢ്യമാണ് എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു യുഗത്തിൽ, അതിനാണ് ഭൗതികവാദം എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ പരിമിതികൾ എന്താണെന്ന് പാവം ആ മനുഷ്യൻ അറിയുന്നില്ല. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ സഹതാപവുമുണ്ട് എന്ന് സാന്ദർഭികമായെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഗോവിന്ദൻ മാസ്റ്ററോടും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോടും പറയാനുള്ളത്, അതീതമായത് മാത്രമേ ജീവൻ ആധാരമാകാൻ സാധ്യമാകുകയുള്ളൂ. വചനം ജഡമായി തീർന്നു. വചനം അതീതമാണ്, ജഡം ഭൗതികമാണ്. ജഡത്തിൻ്റെ ആധാരം, അടിസ്ഥാനം, അടിത്തറ അതീതമായിരിക്കണം. എന്നാൽ മാത്രമേ മനുഷ്യത്വം എന്ന് പറയുന്ന ആശയവും അതിനോടനുബന്ധമായ ജീവന്റെ ഏറ്റവും മഹത്തേറിയ പ്രകടനമാണ് ദ നോബ്ലസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ് സെൽഫ് എക്സ്പ്രഷൻ ഓഫ് ലൈഫ് ഈസ് ഹ്യൂമാനിറ്റി എന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് മറ്റൊന്നിനും വിലയില്ല എന്ന ആശയം എനിക്കില്ല. എല്ലാ ജീവന്റെ പ്രതിഭാസങ്ങൾക്കും വിലയുണ്ട്, ഇത് മാനിപ്പാൻ നമുക്ക് കടമയുണ്ട് എന്നതാണ് വേദപുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അതൊക്കെ ക്രിസ്ത്യാനികൾ മറന്നുപോയത് വേറൊരു കാര്യം. അത് ഹിന്ദുക്കളുടെ മാത്രമായി നമ്മളങ്ങ് എഴുതിത്തള്ളി. അപ്പോൾ ഇത് വളരെ, ഞാൻ അത് ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു വ്യക്തതയും നമ്മുടെ മധ്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ജീവൻ അർത്ഥവത്തായി തീരണമെങ്കിൽ അതീതമായതിനെ ആധാരമാക്കിയാൽ മാത്രമേ സാധിക്കൂ. ഇതാണ് ആത്മീകമായ ദർശനത്തിൻ്റെ ഹൃദയഭാഗം. അതിൻ്റെ ചുരുക്കം ഇതാണ്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളെ, യേശുവിൻ്റെ ആത്മീകമായ ദർശനത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല തന്നെ. അതുകൊണ്ടാണ് ഞാൻ വളരെ സാവകാശത്തിൽ ആവർത്തിച്ച് ഇത് പറയുന്നത്. ഇനി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. എന്താണ് വചനത്തിൻ്റെ പ്രത്യേകമായ ദൗത്യം? വാട്ട് ഈസ് ദ സ്പെഷ്യൽ റെലവൻസ് ഓഫ് ദ വേർഡ്? Man does not live by bread alone, but by every word that comes from the mouth of God. അപ്പം ഈ വേർഡ് അല്ലെങ്കിൽ വചനം എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വചനമാണ് ആത്മീകമായ ദർശനത്തെ നമ്മെ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതിന് വേണ്ടി, നമ്മുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടേ ഇരിക്കുവാനായി നമുക്ക് നൽകപ്പെട്ട ഉപാധിയാണ് വചനം. വചനം തുല്യമായി ഭൗമവും അഭൗമവുമാണ്. അക്ഷരം എന്ന വാക്ക് തന്നെ, മലയാളത്തിൽ അക്ഷരം എന്ന വാക്ക് തന്നെ അർത്ഥം എന്താണ്? ക്ഷയമില്ലാത്തതാണ് അക്ഷയം. പക്ഷെ ക്ഷയമില്ലാത്തത് നമ്മൾ ഓരോ കടലാസിലും എഴുതുന്ന വാക്കുകളല്ല, ആശയങ്ങളാണ്.
ദർശനങ്ങളാണ്. അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏക ഉപാധിയാണ് അക്ഷരങ്ങൾ. അപ്പോൾ അവിടെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളുണ്ട്. ക്ഷയമുള്ളതും അക്ഷയമുള്ളതും ഈ ലോകമായതും അതീതമായതുമായിട്ടുള്ള. അപ്പോൾ ആശയങ്ങൾ കാലത്തിന് അതീതമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപും ഇല എന്നൊരാശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വൃക്ഷം എന്നൊരാശയം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആശയമുണ്ട്. ഇനിയും 16 വർഷം കഴിഞ്ഞാലും ആ ആശയം നിലനിൽക്കും. എന്നാൽ ഇന്നുള്ള മരവും ഇലയും 10 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് ഉണ്ടാകുകയില്ല. അപ്പം അത് നശ്വരമാണ്. ഓരോ ഇലയും നശ്വരമാണ്. പക്ഷേ ഇല എന്ന ആശയം, ഓരോ മൃഗവും വീട് നശിച്ചു പോകും, പക്ഷേ വൃക്ഷം എന്ന ആശയം അനശ്വരമാണ്. അപ്പോൾ അതിൽ ഈ അഭൗമമായൊരു മർമ്മമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ നാം ഒരു മരത്തെ കാണുമ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരികയില്ല. ഇതാണ് നമ്മുടെ പരിമിതി. ആ പരിമിതിയെ അതിജീവിക്കാനായിട്ടാണ് വചനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് നാം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ യേശുവിൻ്റെ വെളിപ്പെടുത്തലുകളെ, ഉത്ബോധനങ്ങളെ അത് അർഹിക്കുന്ന വ്യാപ്തിയിൽ സത്യസന്ധമായ ആത്മാവിനും സത്യത്തിലും മനസ്സിലാക്കാൻ, ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ഒന്ന് അടിവരയിട്ട് പ്രസ്താവിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Therefore, the function of the word is to keep us reminded of what is beyond. അതീതമായതിനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതാണ് വചനത്തിൻ്റെ ആത്മീകമായ ഉദ്ദേശമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയ ഓരോരുത്തരോടുമുള്ള എൻ്റെ ബഹുമാനം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വചനത്തിൽ കൂടെ നാം പ്രാപിക്കേണ്ട ബുദ്ധിയുള്ളവർ, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ളവർക്ക് സദൃശം അവരെ പോലെയാണ്. എന്താണ് ബുദ്ധി? ബുദ്ധി എന്നത് അറിവ് മാത്രമല്ല. നമുക്കറിയാം ഈ ലോകം അറിവിൻ്റെ ലോകമാണ്, പക്ഷേ ബുദ്ധിയുടെ ലോകമല്ല. അറിവ് വർദ്ധിക്കും തോറും ബുദ്ധിശൂന്യത കൂടെ വർദ്ധിച്ചു വരികയാണ്. ബുദ്ധിയില്ലാത്തവരായിട്ട് നാം വരികയാണ്. എന്താണ് അറിവും ബുദ്ധിയും തമ്മിൽ വ്യത്യാസം? അറിവ് ഇപ്പോഴുള്ളതിനെ നാം അറിയുന്നു. ബുദ്ധിയോ ഇപ്പോഴുള്ളതും അതീതവുമായിട്ടുള്ള, ഇത് ഇനിയും വരാനുള്ളതുമായിട്ടുള്ള, നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് വെളിപ്പെട്ട് വന്നിട്ടില്ലാത്തതും കൂടെ പരിഗണിക്കുന്ന, അതിനെ കൂടെ അന്വേഷിക്കാൻ ഒരു മാർജിൻ ഇടുന്ന മനോഭാവത്തിലാണ് ഈ ബുദ്ധി സ്ഥിതി ചെയ്യുന്നത്. Wisdom takes into account not only what exists today, but also the great universe of the unmanifest. അത് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അത് ആത്മാവിൽ കൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് അഭൗമമായ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ പണിതെടുത്ത ആളുകൾക്ക് ആ അഭൗമമായതിനോടൊരു നേരിയ ബന്ധം ഉണ്ടായിരിക്കുമെന്നത് സാമാന്യ യുക്തിയാണ്. ഞാൻ കൂടുതലായി അത് വിശദീകരിക്കുന്നില്ല, സമയം ഇപ്പോൾ ചില കൈവിട്ടു പോയതുകൊണ്ട്. അപ്പോൾ വചനമായിട്ട് അമ്മാനമാടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് വചനത്തിൻ്റെ ഉദ്ദേശം? പലരും വിചാരിക്കുന്ന വചനം മന്ത്രമാണെന്നാണ്. വചനത്തെ ഏറ്റവും അധികം അധിക്ഷേപിക്കുന്നവർ വചനത്തെ കാണാപ്പാടം പഠിച്ചിട്ട് തത്ത ഉരുവിടുന്ന പോലെ ഉരുവിടുകയും അങ്ങനെ ഉരുവിടുന്നതിൽ കൂടെ ഏതോ മാന്ത്രികമായ ശക്തി ഉളവാക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ്. നിരീശ്വരവാദികൾ പോലും വചനത്തെ അത്രമാത്രം അധിക്ഷേപിക്കുന്നില്ല എന്നതാണ് ഈ ഉള്ളവൻ്റെ പക്ഷം. നിങ്ങൾ ദയവായി ചിന്തിക്കുക. അപ്പോൾ the word must be the bridge between the manifest and the unmanifest. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും, അപ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ക്രിസ്ത്യാനികൾക്ക് ഒട്ടും ദഹിക്കാത്തൊരു ഭാഗമാണിത്. ആരും പരാമർശിക്കാത്ത ഭാഗമാണ്. കാരണം ഇതുവരെ വന്നതിനപ്പുറത്ത് ഒന്നും നീ കാണരുത് എന്ന് സാക്ഷ്യം പിടിക്കുന്നതാണ് ഭക്തിയുടെ ആകപ്പാടെയുള്ള മുതൽ എന്ന് വിശ്വസിക്കുന്ന വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ എന്താണ് പറയുന്നത്, കാലും കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നാം എന്ന് ദയവായി മനസ്സിലാക്കുക. ഇനി ഇത് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം കൂടെ പദ്ധതി ഞാൻ തൽക്കാലം ഈ വീഡിയോ ഉപസംഹരിക്കാൻ പോകുകയാണ്. ഞാൻ ബുദ്ധ ഭഗവാൻ ശ്രീ ബുദ്ധൻ അവതരിപ്പിച്ച ഒരാശയം, ഒരു ഉദാഹരണം പോലെ, ഒരു ഉദാഹരണത്തെ കൂടെ ഈ ആശയത്തെ ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിക്കട്ടെ.
അദ്ദേഹം മനുഷ്യൻ്റെ ഈ ലോക അവസ്ഥയെപ്പറ്റിയും യാഥാർത്ഥ്യത്തെപ്പറ്റിയും പ്രസ്താവിച്ചപ്പോൾ ചാടിൻ്റെ ഉപമ, ദ സിമിലി ഓഫ് ദ വീൽ, ചക്രത്തിൻ്റെ ഉപമ. അദ്ദേഹം പറയുന്നത് ഈ ചക്രത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പുറം ഭാഗം, അത് നമുക്കറിയാം, അതിൻ്റെ റിം. ഇംഗ്ലീഷിൽ നമുക്കറിയാം ചാടിൻ്റെ പുറം ആ ഭാഗം, കറങ്ങുന്ന ഭാഗം റിം, സ്പോക്സ് പ്ലസ് റിം. എന്നാൽ അതിനെ യഥാർത്ഥ ചക്രമാക്കി, അതായത് മുൻപോട്ട് പോകാനുള്ള ഉപാധിയാക്കി നിലനിർത്തുന്നത് ചലനമുള്ള അതിൻ്റെ റിമ്മല്ല, പിന്നെയോ ചലനരഹിതമായ അതിൻ്റെ ആക്സിലാണ്. ആക്സിലിൻ്റെ മലയാളം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല, നിങ്ങൾ ദയവായി ക്ഷമിക്കുക. റിമ്മിൻ്റെയും ആക്സിലിൻ്റെയും മലയാള പദങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നില്ല, അതിൻ്റെ അജ്ഞതയാണ്, ദയവായി ക്ഷമിക്കുക. ഇങ്ങനെ അചഞ്ചലമായി നിൽക്കുന്ന ആക്സിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ചക്രമായി തീരുകയുള്ളൂ, ചക്രത്തിൻ്റെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ശ്രീബുദ്ധൻ്റെ ആ വലിയ ഊന്നൽ. അത് വളരെ പ്രസക്തമാണ്. ഈ അചഞ്ചലം എന്ന് പറയുന്നതിനെ നമുക്ക് അഭൗമമായതിനോട്, അതീതമായതിനോട് ഉപമിക്കാം. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചക്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ യാതൊരു കറക്കവുമില്ലാതെ അവിടെ നിൽക്കുന്നത് അതിനതീതമാണ്. കാരണം ചക്രത്തിൻ്റെ മർമ്മം കറങ്ങുക എന്നുള്ളതാണ്. എന്നാൽ ആ ആക്സിലിൻ്റെ മർമ്മമോ തികച്ചും അനക്കമില്ലാതിരിക്കുക എന്നതാണ്. അപ്പൊ ചക്രത്തിൻ്റെ കണ്ണിൽ കൂടെ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ കണ്ണിൽ കൂടെ നിങ്ങൾ ഈ ആക്സിലിനെ നോക്കിയാൽ അത് അതീതമാണ്. പക്ഷേ ആ അതീതമായതുണ്ടെങ്കിൽ മാത്രമേ ഇതിന് മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ എന്നതാണ് ശ്രീബുദ്ധൻ അവതരിപ്പിക്കുന്ന ആശയം. അത് ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമാകണമോ അല്ലയോ, നിങ്ങൾ ദയവായി ചിന്തിക്കുക. എനിക്ക് വളരെ സ്വീകാര്യമാണ്. ഇങ്ങനെയുള്ള അനേക ഉദാഹരണങ്ങൾ മനസ്സിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി എനിക്ക് മനസ്സിലാകാൻ ഇടയാകുന്നത്. ഇന്നുകൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളുകയാണ്, ഉപസംഹരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു വീഡിയോയിൽ കൂടെ ഈ ചിന്തയുടെ പൂർണ്ണത വെളിപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അതും കൂടെ നിങ്ങൾ കാണുകയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ഇതിൻ്റെ ആശയത്തെ മനസ്സിലാക്കി അതിൽ കൂടെ നിങ്ങൾ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ഒന്ന് വീണ്ടെടുക്കുവാൻ പ്രത്യേകമായി ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും നിങ്ങൾ അപ്രകാരം തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പ്രസ്താവിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മയുണ്ടാകട്ടെ, വളരെ നന്മയുണ്ടാകട്ടെ, നന്മ മാത്രം ഉണ്ടാകട്ടെ.